ഇന്നൊരു ബീഫ് കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഞാനൊരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. അടുത്തതായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി, അടുത്തത് മല്ലിപ്പൊടി ഈ മുളക് പൊടിയേക്കാളും ലേശം കൂടുതലാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി കൂടുതലായിട്ട് ചേർത്താൽ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇറച്ചിക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഒരു ശകലം ഉലുവാപ്പൊടി ഇല്ലെങ്കിൽ പിന്നെ കടുക് താളിക്കുമ്പം ഉലുവ പൊട്ടിച്ച് ചേർത്താലും മതി. ഗരം മസാല, ഇത് കുരുമുളക് പൊടി, ചെറിയ ഉള്ളി തന്നെ എടുക്കണേ. ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ ഇറച്ചിക്ക്. പച്ചമുളക് കീറിയത്. ഇനി അടുത്തതായി ഇഞ്ചി ചതച്ച് ചേർക്കുന്നു. വെളുത്തുള്ളിയും അതേപോലെ തന്നെ കല്ലിൽ വെച്ച് ചതച്ച് എടുത്തതാണ്. കല്ലിൽ തന്നെ വെച്ച് ചതച്ചെടുക്കണം, അതിനാണ് ടേസ്റ്റ് കൂടുതൽ. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് തിരുമ്മി നല്ലതായിട്ട് അരപ്പെല്ലാം ഇതിൽ പിടിക്കണം. അതിനുവേണ്ടി നല്ലതായിട്ടൊന്ന് തിരുമ്മി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ നിങ്ങളുടെ സമയം അനുസരിച്ച് 1 മണിക്കൂർ ഇരുന്ന് അത്രയും നല്ലത്. അരപ്പെല്ലാം ഇറച്ചിയിൽ പിടിച്ച് നല്ല സെറ്റാകും. ഞാനൊരു അരമണിക്കൂർ ഇവിടെ ഇതെല്ലാം കൂടെ അടച്ച് വയ്ക്കുന്നു. ഇതിനി ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ സെറ്റാക്കാനുണ്ട്. അപ്പോൾ ചട്ടി അടുപ്പിൽ വെച്ച്, ഞാൻ വിറകടുപ്പിലാണ് വേവിക്കുന്നത്. ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്താണ് വേവിക്കുന്നത്. എനിക്ക് ഇറച്ചി എപ്പോഴും ഇങ്ങനെ വേവിച്ച് കഴിക്കാനാണ് ഇഷ്ടം. ഈ ചട്ടിയിൽ ഇറച്ചി വേവിച്ച ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഇങ്ങനെ വേവിക്കാനാണ് ഇഷ്ടം. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ കുക്കറിനകത്ത് വയ്ക്കാറുള്ളൂ. കഴിവതും ഇങ്ങനെ വയ്ക്കാനാണ് ശ്രമിക്കാറ്. അപ്പോൾ എണ്ണ ഒഴിച്ചു. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു ചുമന്ന കളറാകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ചുമന്ന മുളക് പൊടിച്ചത്, വറ്റൽമുളക് ഒന്ന് മിക്സിക്കകത്ത് പൊടിച്ചെടുത്തത്, അത് പച്ചയ്ക്ക് തന്നെ പൊടിച്ചാൽ മതി, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഏലക്ക, ഗ്രാമ്പു, പട്ട ഇതെല്ലാം ചതച്ച് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഇറച്ചി ഇതിനകത്തോട്ട് അരപ്പ് പുരട്ടി വെച്ചിട്ടുള്ള ഇറച്ചി ഇതിനകത്തോട്ട് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 1 മിനിറ്റ് നല്ലതായിട്ട് ഇറച്ചിയിൽ നല്ല ചൂട് പിടിക്കുന്ന പോലെ വഴറ്റിയെടുക്കണം. ഒരു ശകലം കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് വേണ്ട. എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇളക്കി എന്നിട്ട് ഒരടപ്പ് വെച്ച് അടച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇറങ്ങി ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് എന്നിട്ട് ഞാനിത് തുറന്നു. അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിൽ ചേർക്കുന്നത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം മാത്രമേ ചേർക്കാവൂ. പച്ചവെള്ളം ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം പോകും. അപ്പം ഞാൻ ചൂടുവെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളമാണ്. ഇപ്പം നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് കറി നല്ല തിള വന്നു കഴിഞ്ഞ് പറ്റി കഴിയുമ്പോൾ കടുക് താളിച്ച് ചേർക്കാം. അങ്ങനെ ബീഫ് കറി റെഡി.